വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സിറിയയിലേക്കുള്ള യാത്രാമധ്യേ കാണാതായ റഷ്യൻ സൈനിക വിമാനം കരിങ്കടലിൽ തകർന്നു വീണതായി റിപ്പോർട്ട്. റഷ്യൻ TV ചാനലുകളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. 91 യാത്രക്കാരുമായി സോജിയിൽ നിന്ന് ലറ്റാക്കിയയിലേക്കുള്ള യാത്രയിലായിരുന്നു വിമാനം അപകടത്തിൽപ്പെട്ടത്. Tu-154 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സോജിയിൽ നിന്ന് പറന്നുയർന്ന 20 മിനിറ്റിനുള്ളിൽ റഡാറുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. മാധ്യമപ്രവർത്തകരും മിലിറ്ററി ബാൻഡ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 81 യാത്രക്കാരും 10 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ക്രിസ്തുമസിന് മലയാള സിനിമകൾ റിലീസ് ചെയ്തില്ല. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ജോമോന്റെ സുവിശേഷം, ഫുക്രി, എസ്ര എന്നീ ചിത്രങ്ങളായിരുന്നു ക്രിസ്മസിന് റിലീസ് ചെയ്യാനിരുന്നത്. 160 തിയേറ്ററുകളിലാണ് മോഹൻലാൽ ചിത്രം റിലീസ് ചെയ്യാനിരുന്നത്. ചലച്ചിത്ര മേഖലയിലെ ഈ പ്രതിസന്ധി മുതലാക്കിയ അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിൽ നിന്ന് കോടികൾ വാരിക്കൂട്ടുകയാണ്. 3 ദിവസം കൊണ്ട് ദെങ്കൽ കേരളത്തിൽ നിന്ന് നേടിയത് 1 കോടി രൂപയാണ്. നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു സ്കൂളല്ല, സ്കൂളല്ല, ഒരു സർവകലാശാലയാണ്. ഓഹോ, മന്ദാരപ്പൂ വിരിയഴകങ്ങളാടുന്നു. മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ദുൽഖർ പ്രധാന വേഷത്തിലെത്തുന്ന ജോമോന്റെ സുവിശേഷങ്ങൾ, പൃഥ്വിരാജിന്റെ എസ്ര, ജയസൂര്യ നായകനാകുന്ന ഫുക്രി എന്നീ 4 ചിത്രങ്ങളായിരുന്നു ക്രിസ്മസിന് തിയേറ്ററുകളിലെത്തേണ്ടിയിരുന്നത്. എന്നാൽ തിയേറ്റർ വിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കപ്പെടാത്തതിനാൽ ഈ ചിത്രങ്ങളെല്ലാം ഇപ്പോൾ പെട്ടിയിലിരിക്കുകയാണ്. ഇത് 3 ദിവസം കൊണ്ട് 5 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് മലയാള സിനിമാ മേഖലയ്ക്കുണ്ടാക്കിയത്. ക്രിസ്മസിന് മലയാള ചിത്രങ്ങളില്ലാത്തത് പക്ഷേ അന്യഭാഷാ ചിത്രങ്ങൾക്ക് അനുഗ്രഹമായി. खिलाड़ी की तरह मेरा भी सपना था, देश के लिए गोल्ड मेडल लाना. जो मैं करना चाहता था वो हमारा बेटा करके दिखावेगा. देश के लिए गोल्ड जीतेगा हमारा बेटा. अपना तिरंगा सबसे ऊपर लहरावेगा. ആമിർ ഖാന്റെ ദെങ്കൽ പോലുള്ള ചിത്രങ്ങൾ നിറഞ്ഞ സദസ്സിലാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടുന്നത്. 3 ദിവസം കൊണ്ട് 1 കോടി രൂപയാണ് ദെങ്കലിന്റെ കളക്ഷൻ. ഡിസംബർ 16 മുതൽ 50:50 എന്ന നിരക്കിൽ തിയേറ്റർ വിഹിതം പങ്കുവെക്കണമെന്നാണ് തിയേറ്റർ ഉടമകളുടെ ആവശ്യം. എന്നാൽ നേരത്തേതുപോലെ 60% നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും 40% തിയേറ്റർ ഉടമകൾക്കും എന്ന നിരക്കിൽ നിന്ന് മാറ്റം സാധ്യമല്ല എന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും വ്യക്തമാക്കുകയായിരുന്നു. മലയാള സിനിമാ മേഖലയിൽ തുടരുന്ന സമരത്തിന് പരിഹാരമായില്ലെങ്കിൽ പുതുവർഷ ചിത്രങ്ങൾ കൂടി പ്രതിസന്ധിയിലാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 4 ദിവസത്തെ ദുബായ് സന്ദർശനത്തിനു ശേഷം സംസ്ഥാനത്ത് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരക്കിട്ട ഔദ്യോഗിക ജോലികളിൽ മുഴുകും. എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയും യോഗം വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രി വകുപ്പ് തല ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയുമായി പ്രത്യേക ചർച്ച നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി സ്മാർട്ട് സിറ്റി 2021 തന്നെ പൂർത്തിയാക്കുന്ന കാര്യമുൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് ദുബായ് സന്ദർശനത്തിലെ ചർച്ചകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുത്തിയത്. പ്രവാസി മലയാളികളുടെ നിർമ്മാണ മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിലെ തൊഴിൽ ബുദ്ധിമുട്ടുകളും മുഖ്യമന്ത്രി ദുബായ് ഭരണാധികാരികളുമായി ചർച്ച നടത്തിയിരുന്നു. 4 ദിവസത്തെ ദുബായ് സന്ദർശനത്തിന് ശേഷം സംസ്ഥാനത്ത് മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും തിരക്കിട്ട ഔദ്യോഗിക യോഗങ്ങളിൽ മുഴുകുകയാണ്. തിങ്കളാഴ്ച മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫുകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തിലെ കാലതാമസവും പേഴ്സണൽ സ്റ്റാഫുകൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണവും യോഗത്തിൽ ചർച്ചാ വിഷയമാകും. മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണെന്നും റേഷൻ വിതരണം ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ കാര്യങ്ങളിൽ കെടുകാര്യസ്ഥത വർദ്ധിച്ചിരിക്കുകയാണെന്നുമുള്ള പ്രതിപക്ഷ ആരോപണവും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ പ്രവർത്തനം ചർച്ച ചെയ്യാനും UAPA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ കേസുകളുടെ കാര്യങ്ങൾ പരിശോധിക്കാനുമായി മുഖ്യമന്ത്രി DGP ലോക്നാഥ് ബെഹ്റയുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ വകുപ്പ് തലവന്മാരുടെ യോഗവും മുഖ്യമന്ത്രി വിളിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥ പ്രതിനിധികളുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായും കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തീർപ്പ് കൽപ്പിക്കാനുള്ള അടിയന്തര സ്വഭാവമുള്ള ഫയലുകളിൽ തീരുമാനമെടുക്കാനായിരിക്കും സെക്രട്ടേറിയറ്റിലെത്തുന്ന മുഖ്യമന്ത്രി ആദ്യം പ്രാമുഖ്യം നൽകുക. പിന്നീട് മറ്റ് ഫയലുകളുടെ കാര്യവും പരിശോധിച്ച മുഖ്യമന്ത്രി പ്രവർത്തനത്തിന്റെ തിരക്കിലാകും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ആരാധനാ ശുശ്രൂഷകൾക്ക്
ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കേരളത്തിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. ആശയറ്റവർക്ക് പ്രത്യാശയുടെ നിറതിലാവായി, ആലംബഹീനർക്ക് അത്താണിയായി, ബന്ധിതർക്ക് വിമോചനത്തിന്റെ രക്ഷാനുഭവമായി ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചതിന്റെ ഓർമ്മയിലാണ് വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ തിരുപ്പിറവി ദിനത്തിൽ നടന്ന ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. സുവിശേഷ വായനയ്ക്ക് ശേഷം തിരുപ്പിറവി അറിയിച്ച് പള്ളിമണികൾ മുഴങ്ങി. യേശുവിന്റെ രൂപമെടുത്ത് കാർമ്മികർ ദേവാലയം ചുറ്റി നടത്തിയ പ്രദക്ഷിണമായിരുന്നു തിരുപ്പിറവിയുടെ പ്രധാന ചടങ്ങ്. മെഴുകുതിരികൾ കയ്യിലേന്തി വിശ്വാസികളും പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. പ്രദക്ഷിണശേഷം പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഉണ്ണിയേശുവിന്റെ രൂപം പ്രതിഷ്ഠിച്ചു. കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ സംഘടിപ്പിച്ച തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ക്രിസ്മസിന്റെ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്? സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്കാബാവയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കരുണയുടെ കരങ്ങളായി നമ്മുടെ കരങ്ങൾക്ക് ഒരു പുതിയ ഊർജം കൊടുക്കേണ്ടതുണ്ട്. കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ കേക്ക് മുറിച്ചും പരസ്പരം സമാധാനം ആശംസിച്ചുമാണ് വീടുകളിലേക്ക് മടങ്ങിയത്. മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിക്കുന്ന മണ്ഡലപൂജ നാളെ നടക്കും. 22-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച തങ്കയങ്കി വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് സന്നിധാനത്തെത്തും. ശരംകുത്തിയിലെത്തുന്ന തങ്കയങ്കിയെ ദേവസ്വം അധികൃതർ സ്വീകരിച്ചാനയിച്ച് കൊടിമര ചുവട്ടിൽ എത്തിക്കും. തുടർന്ന് ക്ഷേത്രതന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് ശ്രീകോവിലിൽ എത്തിച്ച് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും.